Hi dear students, today we start an interesting chapter, thermodynamics. Thermo, you already studied, you already know what is thermo. It is related to heat. Dynamics is in mechanics, that means mechanical work. Then thermodynamics means they connect these two, that is heat and work. Thermodynamics is the study of connection between heat and work. Thermodynamics എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റും വർക്കും തമ്മിലുള്ള കണക്ഷൻ ആണ്. ഹീറ്റിനെ വർക്കാക്കി മാറ്റാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ല, വർക്ക് ചെയ്താൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ കൈ നന്നായിട്ടൊന്ന് ഉരസിയ കൈ ചൂടാവും അല്ലെ. മെഷീനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്താൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. തിരിച്ച് ഈ ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ ഒക്കെ വർക്കിംഗ്. എല്ലാ എഞ്ചിൻ്റെ വർക്കിങ്ങും ഈ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ഹീറ്റ് വർക്കാക്കി മാറ്റാണ്. അപ്പൊ ഹീറ്റിനെ വർക്കാക്കിയും വർക്കിനെ ഹീറ്റാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് the connection between heat and work, that is conversion of heat into work or work into heat. അതാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ തെർമോഡൈനാമിക്സിൽ നമുക്ക് എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് നോക്കാം. തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലെ ചില വേരിയബിൾസ് ഉണ്ട്. നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്. ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള തെർമോഡൈനാമിക്സിലെ വേരിയബിൾ ആണ് ടെമ്പറേച്ചർ, മറ്റൊന്ന് പ്രഷർ, വോളിയം. ഓക്കെ, ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സിലെ വേരിയബിൾ. ഇന്റേണൽ ഒക്കെ പറയാം. ഈ തെർമോഡൈനാമിക്സിലെ വേരിയബിൾസ് ചേഞ്ച് ചെയ്യാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പൊ തെർമോഡൈനാമിക്സിലെ വേരിയബിൾസ് ആയ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇതൊന്നും ചേഞ്ച് ചെയ്യാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ആ സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് വോളുകളുണ്ട്. ഒന്നാമത്തെ ടൈപ്പിന്റെ പേരാണ് അഡിയബാറ്റിക് വോൾ. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് ഡയാതെർമിക് വോൾ. രണ്ട് ടൈപ്പ് വോൾ ഏതാണ്? വോൾ എന്തിനാ? രണ്ട് മീഡിയം സെപ്പറേറ്റ് ചെയ്യാന് അല്ല, അല്ലെങ്കിൽ സറൗണ്ടും മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്നതാണ് വോൾ. അല്ലെങ്കിൽ രണ്ട് മീഡിയം സെപ്പറേറ്റ് ചെയ്യാൻ, രണ്ട് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്യാൻ എന്ന് പറയാം. ഒരു സിസ്റ്റവും സറൗണ്ടും അല്ലെങ്കിൽ രണ്ട് സിസ്റ്റവും സെപ്പറേറ്റ് ചെയ്യാനുള്ള വോള് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അഡിയബാറ്റിക് വോളും രണ്ടാമത് ഡയാതെർമിക് വോൾ. ഫസ്റ്റ് വൺ അഡിയബാറ്റിക് വോൾ മീൻസ് ദ ഇൻസുലേറ്റിംഗ് വോൾ. ഇൻസുലേറ്റിംഗ് വോൾ എന്ന് പറഞ്ഞാൽ അത് എനർജിയും മാറ്ററും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടില്ല. ഓക്കെ, അപ്പൊ adiabatic walls are walls which does not allow the passage of the flow of energy from one to another. It does not allow the flow of energy from one system to another. That type of wall is called adiabatic wall. That is insulating wall. Diathermic walls are conducting walls. എന്ത് കണ്ടക്ട് ചെയ്യും? എനർജി കണ്ടക്ട് ചെയ്യും. അപ്പൊ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്ന വോളാണ് diathermic walls are conducting walls which allow the passage of energy or which allow the flow of energy from one system to another. Okay, ഈ രണ്ട് ടൈപ്പ് വോളാണ് നമുക്ക് ഉള്ളത്. ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സീറോത്ത് ലോ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് രണ്ട് സിസ്റ്റം ഉണ്ട്, എയും ബിയും. എ ബി എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം നമ്മളൊരു അഡിയബാറ്റിക് വോൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏത് വോളാണ്? ഈ വോളിന്റെ പ്രത്യേകത അഡിയബാറ്റിക് വോളാണ്.
ഈ അഡിയാബാറ്റിക് ബോള് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി കടത്തിവിടില്ല. അപ്പൊ എയും ബിയും ഇക്വിലിബ്രിയത്തിലാകുമോ? ഇല്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി കടത്തിവിടുന്നില്ല. എന്നാൽ ഈ രണ്ട് സിസ്റ്റവും മൂന്നാമതൊരു സിസ്റ്റവും സിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്ട് ചെയ്തിരിക്കുന്ന ബോൾ ഒരു ഡയാതെർമിക് ബോളാണ്. ഇതേത് ബോളാ? ഡയാതെർമിക് ബോൾ. ഡയാതെർമിക് ബോൾ ആയതുകൊണ്ട് എനർജി കടത്തിവിടും. അപ്പൊ എയും ബിയും തമ്മിൽ ഇക്വിലിബ്രിയം ആകുന്നതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ഫ്ലോ നടക്കും. അതുപോലെ ബിയും സിയും ഇക്വിലിബ്രിയത്തിലാകുന്നതുവരെ ബിയും സിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ഫ്ലോ ഒക്കെ നടക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് എയും സിയും ഇക്വിലിബ്രിയത്തിലായി, ബിയും സിയും ഇക്വിലിബ്രിയത്തിലായി. അങ്ങനെയാണെങ്കിൽ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എയും ബിയും ഇക്വിലിബ്രിയത്തിലായിരിക്കും. എങ്ങനെ? പരസ്പരം സെപ്പറേറ്റ് ചെയ്ത എയും ബിയും മൂന്നാമതൊരു സിസ്റ്റം സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റം എയും ബിയും ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ ഡയാതെർമിക് ബോൾ നമ്മൾ മാറ്റി, ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു അഡിയാബാറ്റിക് ബോൾ വെക്കാം. ഈ ഡയാതെർമിക് ബോൾ മാറ്റിയിട്ട് ഇവിടെ ഒരു അഡിയാബാറ്റിക് ബോൾ ആക്കാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇക്വിലിബ്രിയത്തിലാവില്ല. എന്നിട്ട് ഈ അഡിയാബാറ്റിക് ബോൾ മാറ്റാം. ഇവിടെയുള്ള അഡിയാബാറ്റിക് ബോളൊക്കെ ഒഴിവാക്കാം. ഇതെന്താക്കാം? ഡയാതെർമിക് ബോൾ ആക്കാം. ഇനി കണ്ടക്ട് ചെയ്യും. പക്ഷെ കണ്ടക്റ്റീവ് ബോൾ ആക്കിയിട്ടും എയിൽ നിന്നും ബിയിലേക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, കാരണം ഓൾറെഡി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാ? രണ്ട് ബോളും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആക്ച്വലി എന്താണ് ഈക്വൽ ആകുന്നത്? എയും സിയും ഇക്വിലിബ്രിയത്തിലായി എന്ന് പറഞ്ഞാൽ എന്റെ ടെമ്പറേച്ചർ ടി എയും സിന്റെ ടെമ്പറേച്ചർ ടി സിയും ഈക്വൽ ആയി. അതുപോലെ ബിയും സിയും ഇക്വിലിബ്രിയത്തിലായി എന്ന് പറഞ്ഞാൽ ബിന്റെ ടെമ്പറേച്ചർ ടിയും ടി ബിയും സിന്റെ ടെമ്പറേച്ചർ ടി സിയും ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാല് ടി എ ഈക്വൽ ടു എന്തായി? ടി എ ഈക്വൽ ടു ടി ബി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കൺസെപ്റ്റ് ആണ് ടെമ്പറേച്ചർ. തെർമോഡൈനാമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ടെമ്പറേച്ചർ. അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് നമുക്ക് തരുന്ന ലോ ആണ് സീറോത്ത് ലോ. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ഉണ്ടായി. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു ലോ നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് അതിനേക്കാളും ഫണ്ടമെന്റൽ ആയതുകൊണ്ട് നമ്മൾ സീറോത്ത് ലോ ഫസ്റ്റിന് താഴേക്ക് കൊടുക്കാൻ പിന്നെ പേരാതേ ഉള്ളൂ. അതുകൊണ്ട് സീറോത്ത് ലോ എന്ന് കൊടുത്തു. അപ്പൊ സീറോത്ത് ലോന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഗിവ്സ് ദ കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് തരുന്ന ലോ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ലോ ഇത്രയേ ഉള്ളൂ. ഇഫ് ടു സിസ്റ്റംസ് ആർ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം ആർ സെപ്പറേറ്റ്ലി ആർ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. രണ്ട് സിസ്റ്റം മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റവും പരസ്പരം എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലാകും. അവിടെ ഇക്വിലിബ്രിയത്തിലാകുന്നത് എന്ത് ഈക്വൽ ആകുന്നതാണ്? ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നതാണ്. അപ്പൊ ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് തരുന്ന തെർമോഡൈനാമിക്സിലെ ലോ ഏതാണ്? ഫസ്റ്റ് ലോ ഓഫ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി പറയണം. എന്താണ് ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്? മൂന്ന് കാര്യങ്ങൾ. ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്. ഹീറ്റ് എന്താ? ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. നമുക്കറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി അല്ല. ഇന്റേണൽ എനർജി, ഇന്റേണൽ എനർജി ഒരു സിസ്റ്റത്തിന്റെ അകത്ത് കുറെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കോൺഫിഗറേഷൻ കാരണം അല്ലെങ്കിൽ അതിന്റെ ആ മോളിക്യൂളിന്റെ റാൻഡം മോഷൻ കാരണമൊക്കെ അതിന് കിട്ടുന്ന എനർജി, അതിന്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇന്റേണൽ എനർജി. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ റാൻഡം മോഷൻ, കോൺഫിഗറേഷൻ ഇതൊക്കെ കാരണം ആ സിസ്റ്റത്തിന് കിട്ടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിക്ക് രണ്ട് പാർട്ട് ഉണ്ടാകും. ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജിയും ഇന്റേണൽ കൈനറ്റിക് എനർജിയും. ഇന്റേണൽ എനർജി നമ്മൾ യു എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. അതെന്തിന് ഈക്വൽ ആണ്? ഇന്റേണൽ കൈനറ്റിക് എനർജി യു കെ. ഇതിനകത്തുള്ള മോളിക്യൂളിന്റെ റാൻഡം മോഷൻ കാരണം, മോളിക്യൂളിന്റെ മോഷൻ കാരണം അതിന് കിട്ടേണ്ട ഇന്റേണൽ എനർജിയാണ് ഇന്റേണൽ കൈനറ്റിക് എനർജി യു കെ.
അതുകൂടാതെ ഇതിന്റെ കോൺഫിഗറേഷൻ മോളിക്യൂളുകളുടെ ഇന്ററാക്ഷൻ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എനർജിയാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി UP. അപ്പൊ ഇന്റേണൽ എനർജി U is equal to UK plus UP, ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഈ ഇന്റേണൽ എനർജിയുടെ ഒരു പാർട്ട് തന്നെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ ഇന്റേണൽ എനർജിയുടെ ഒരു പാർട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം വേറൊരു ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയുടെ ഒരു ഭാഗം ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ നമ്മൾ പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻസ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്ന, ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് തരുന്ന ലോ ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നമ്മൾ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യാം. ഹീറ്റ് സപ്ലൈ ചെയ്യാം ഡെൽറ്റ Q. അങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്താൽ ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി മാറും അല്ലെ, ഇന്റേണൽ എനർജി കൂടാം. U ആണ് ഇന്റേണൽ എനർജി, അത് ചേഞ്ച് ചെയ്തു ഡെൽറ്റ U. പിന്നെ ആ സിസ്റ്റം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ആ പിസ്റ്റൺ അങ്ങോട്ട് മേലോട്ടേക്ക് തള്ളുന്നു, ഒരു വർക്ക് ഡെൽറ്റ W. ഇതാണ് ഫസ്റ്റ് ലോ. സപ്ലൈ ചെയ്ത എനർജി ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ. അപ്പൊ എങ്ങനെ പറയാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, the energy supplied to a system is the sum of increase in internal energy of the system and the work done by the system. ഒരു സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്ത എനർജി അതെങ്ങനെയൊക്കെ മാറുന്നു? ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ആയിട്ട് മാറുന്നു, ആ സിസ്റ്റം ചെയ്ത വർക്കായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്ത എനർജി കംപ്ലീറ്റ് വർക്ക് ആയിക്കോണമെന്നില്ല. നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടും വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എനർജി നഷ്ടപ്പെട്ടിട്ടില്ല. അതെവിടെ ഉണ്ടാകും? ഇന്റേണൽ ചേഞ്ച് ആയിട്ടുണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് it is a form of law of conservation of energy. Law of conservation of energy നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Energy can neither be created nor be destroyed, but it can be converted from one form to another. ആ രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്ത എനർജി അവിടെ എന്ത് ചെയ്യാണ്? കൺസേർവ് ചെയ്യാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ആ എനർജിയുടെ ഒരു ഭാഗം ഇന്റേണൽ എനർജി ചേഞ്ചും ബാക്കി വർക്കുമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആക്ച്വലി എന്ത് തന്നെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ അനദർ ഫോം ആണ്. ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം is the sum of increase in internal energy of the system and the work done. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെൽറ്റ W ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ്, ഡെൽറ്റ U increase in internal energy, change in internal energy, ഡെൽറ്റ W work done. ഇനി ഇതുപോലെ ഒരു പിസ്റ്റൺ ഉള്ള ഒരു സിലിണ്ടർ ഒക്കെയാണ്, അതിൻ്റെ അകത്ത് ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ഡൺ ഡെൽറ്റ W P ഡെൽറ്റ V എന്ന് കൊടുക്കാം. വർക്ക് ഡൺ ഈക്വൽ എന്ന് കൊടുക്കാം P ഡെൽറ്റ V. കാരണം വോളിയം വർക്കാണ്, ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് പിസ്റ്റൺ മേലോട്ടേക്ക് തള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ജനറലി ഗ്യാസിന്റെ കേസിലൊക്കെ ഡെൽറ്റ Q is equal to ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഈ രണ്ട് ഇക്വേഷൻ അവിടെ പഠിച്ചു വെക്കാം. വർക്ക് ഡൺ P ഡെൽറ്റ V എന്ന് കൂടി എഴുതാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ എന്താണ് എന്ന് ഒരു മാർക്കിന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ. Cp minus Cv equal to R. This is known as Mayer's relation. നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. എന്താണ് Mayer's relation? Cp minus Cv equal to R is called Mayer's relation. Where R is the universal gas constant നമുക്കറിയാം. Cp എന്ന് പറയുന്നത് C എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതും അറിയാം. Cv എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. Cp എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതിന്റെ ഡിഫറൻസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R ന് ഈക്വൽ ആയിരിക്കും. Cp minus Cv equal to R. അതാണ് Mayer's relation എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ലോ വെച്ചുകൊണ്ട് ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് Mayer's relation.
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലോ അനുസരിച്ച് ഡെൽറ്റ ക്യൂ എന്താ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ആണല്ലോ. സി വി എഴുതാം. സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ല. സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം എന്നെടുത്താൽ ഡെൽറ്റ വി 0 അല്ലേ. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. അപ്പൊ പി ഡെൽറ്റ വി 0 ആണ്. അപ്പൊ ഈ ടേം 0 ആണ്. ഡെൽറ്റ ക്യൂ എന്തിന് ഈക്വൽ ആണ്? ഡെൽറ്റ യുവിന് ഈക്വൽ ആണ്. അതുകൊണ്ട് സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് വി എഴുതിയിരിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് കാണിക്കാനുള്ള അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എന്താണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം എഴുതേണ്ട ആവശ്യമില്ല. സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് മാത്രം എഴുതിയാൽ മതി. സി വി കിട്ടി. ഇനി അതുപോലെ സി പി കാണണം. ഓക്കെ. ഇക്വേഷൻ ഇതാണ് ക്യൂ. സി പി എഴുതാം. സി പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ. ഇവിടെ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ ക്യൂവിന് പകരം രണ്ട് ടേമും വരും. ഓക്കെ. ഇതിലെ ഫസ്റ്റത്തെ ടേം എന്താ നോക്ക്, ഇത് തന്നെയല്ലേ. കാരണം ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് എന്ത് തന്നെയാ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ഓക്കെ. അത് കോൺസ്റ്റന്റ് പ്രഷർ എഴുതേണ്ട. പ്ലസ് ഈ പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താണ്? പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താണ്? പി വി ഈക്വൽ ടു ആർ ടി ആണല്ലോ. പി വി ഈക്വൽ ടു ആർ ടി ആണെങ്കിൽ പി വി ബൈ ടി ഇസ് ഈക്വൽ ടു ആർ ആണല്ലോ. പി വി ബൈ ടി ഈക്വൽ ടു ആർ ആണെങ്കിൽ പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ ആയിരിക്കും. ദാറ്റ് ഈസ് ആർ. ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താ? ഇക്വേഷൻ നമ്പർ 1 സി. അപ്പൊ സി വി പ്ലസ് ആർ. ഓക്കെ. അപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്? സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ. ഈ സി വി ഇങ്ങോട്ട് എടുത്താൽ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഹെൻസ് മേയേഴ്സ് റിലേഷൻ പ്രൂവ്ഡ്. അപ്പൊ മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ നമ്മൾ പ്രൂവ് ചെയ്തു ഫസ്റ്റ് ലോ വെച്ച്. ഓക്കെ. തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. തെർമോഡൈനാമിക്സിലെ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ചില മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ഉണ്ട്. പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വേരിയബിൾസിനെ സ്റ്റേറ്റ് വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അത് സ്റ്റേറ്റ്, ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് വേരിയബിൾ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ. എങ്ങനെ വോളിയം ചേഞ്ച് ചെയ്തു എന്നല്ല, ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം എന്താണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ആ രീതിയിലുള്ളതാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ. ഇപ്പൊ പ്രഷർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഏതൊക്കെ രീതിയിൽ മാറി എന്നല്ല, ഇനീഷ്യലും ഫൈനലും പ്രഷർ ഏതാണ് അത് മാത്രം നോക്കിയാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വേരിയബിൾസ് ആണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ് അത്. ഓക്കെ. ഈ രണ്ട് ടൈപ്പ് സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്. ഇന്റൻസീവ് വേരിയബിളും എക്സ്റ്റൻസീവും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ് അല്ല. ആ വേരിയബിൾ പറഞ്ഞാൽ നമുക്ക് സൈസ് കിട്ടില്ല. ടെമ്പറേച്ചർ, ഡെൻസിറ്റി, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഇതാണ് ഇന്റൻസീവ് വേരിയബിൾസ് ആണ്. ഓക്കെ.
പ്രഷറൊക്കെ ഇൻറ്റൻസീവ് വേരിയബിൾ ആണ്. അതേസമയം വോളിയം, ഇന്റേണൽ എനർജി, ടോട്ടൽ മാസ് ഇതൊക്കെ എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ്. ഇപ്പം വോളിയം പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു സൈസും കൂടി നമുക്ക് കിട്ടും. വോളിയം കൂടുന്നു പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ സൈസ് കൂടുന്നു എന്നർത്ഥം. അതുപോലെ മാസ് കൂടുന്നു, ഇന്റേണൽ എനർജി കൂടുന്നു പറഞ്ഞാൽ സൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള വേരിയബിൾസ് ആണ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്. അങ്ങനെ അല്ലാത്ത വേരിയബിൾ ആണ് ഇന്റൻസീവ് വേരിയബിൾസ്. ഈ സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ ഇക്വേറ്റ് ചെയ്തിരുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്, ഉദാഹരണത്തിന് ഒരു ഐഡിയൽ ഗ്യാസിന് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ PV = nRT ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇതിനെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇക്വേഷൻ എഴുതണമെങ്കിൽ ഏത് കണ്ടീഷൻ വേണം? ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതാം. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ സിസ്റ്റം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. പല ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സുകളുണ്ട്. തെർമോഡൈനാമിക് പ്രോസസ്, അതിൽ ഒന്നാമത്തെ പ്രോസസ്സിന്റെ പേര് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. ഒന്നാമത്തെ പ്രോസസ് ആണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇത് ആക്ച്വലി ഒരു പ്രോസസ് അല്ല. നമ്മളൊരു പ്രോസസ്സ് ഇങ്ങനെ എടുക്കുകയാണ്. ക്വാസി എന്ന് പറഞ്ഞാൽ നിയർലി എന്നാണ്, ഏകദേശം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്നർത്ഥം. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ഏകദേശം ഇക്വിലിബ്രിയത്തിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഉദാഹരണത്തിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക് പ്രോസസ് നടക്കാണ്. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ടെമ്പറേച്ചർ കൂടുമല്ലോ. പക്ഷെ വളരെ പതുക്കെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മളൊരു സിസ്റ്റത്തിന് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ പ്രോസസ്സ് നടക്കുകയാണ്. അവിടെ ടെമ്പറേച്ചർ ഇനീഷ്യലും ഫൈനലും വെച്ച് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറിൽ വലിയ വേരിയേഷൻ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആദ്യം കുറച്ച് ഹീറ്റ് കൊടുത്തു, കുറച്ച് ടെമ്പറേച്ചർ മാറി, അവിടെ ഏകദേശം അത് ഇക്വിലിബ്രിയത്തിലാണ്, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല എന്ന് പറയാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും കുറച്ച് ഹീറ്റ് കൊടുത്തു, ആദ്യത്തെ തൊട്ട് മുമ്പത്തെ വെച്ച് നോക്കും, കുറച്ച് ഹീറ്റ് ടെമ്പറേച്ചർ കൂടി, അപ്പോഴും അതെന്താണ്? സ്റ്റാറ്റിക് ആണ്, ഇക്വിലിബ്രിയത്തിലാണ്. അടുത്ത വീണ്ടും ഹീറ്റ് കൊടുത്തു, കുറച്ച് ടെമ്പറേച്ചർ കൂടി, ചെറിയ ചേഞ്ച് ആയതുകൊണ്ട് അത് സ്റ്റാറ്റിക് ആണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും അതെന്താണ്? സ്റ്റാറ്റിക് ആണ്, ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെ ഫൈനലി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാ? നമുക്ക് ഇക്വിലിബ്രിയത്തിലാണ് മാത്രമേ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതാൻ പറ്റുള്ളൂ. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ ആ തെർമോഡൈനാമിക് പ്രോസസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോസസ് ഒന്നുമില്ല. നമ്മളെ ഒരു സിസ്റ്റത്തിന്റെ ഇക്വേഷൻ എഴുതാൻ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കണം എന്ന കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ആ ഇക്വിലിബ്രിയത്തിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഒരു പ്രോസസ്സ് നടക്കുന്നത് വളരെ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ആ ഓരോ സ്റ്റെപ്പിലും അത് ഇക്വിലിബ്രിയത്തിലാണ്, വലിയ ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ട് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് ആ പ്രോസസ്സ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ എഴുതാം, സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇതാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എന്നാൽ അടുത്ത പഠിക്കാൻ പോകുന്ന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നൊരു തെർമോഡൈനാമിക് പ്രോസസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്താണ്? ഐസോതെർമൽ, ഐസോ ഒരേപോലെ, തെർമൽ ടെമ്പറേച്ചർ ഒരേപോലെ എന്നാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ എന്താ വിളിക്കാം? ഐസോതെർമൽ പ്രോസസ്. ഈ ഐസോതെർമൽ പ്രോസസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മുടെ ബോയിൽസ് ലോ ഒക്കെ പ്രഷറും വോളിയം വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടാം. P inversely proportional to volume അല്ലെ? PV = കോൺസ്റ്റന്റ്, ബോയിൽസ് ലോന്റെ കർവ് ഇത്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട്
ഇതിന്റെ താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ, ഏരിയ അണ്ടത്തെ കടുവ് കണ്ടുപിടിച്ചാൽ ആ പ്രഷർ വോളിയം ചെയ്ത വർക്ക്, വോളിയം ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ ഒരു വർക്ക് ഉണ്ടാവുമല്ലോ, ആ വർക്ക് പി ഡെൽറ്റ ബി ഡെൽറ്റ ഡബ്ല്യു അല്ലെങ്കിൽ വർക്കാണെന്ന് കൊടുക്കില്ല, വർക്ക് ഉണ്ടാവും. ഏരിയ അണ്ടർ പി വി കർവ് എന്താ വർക്ക് ഡൺ ആയിരിക്കും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏരിയ അണ്ടർ പി വി കർവ് വർക്ക് ഡൺ ആയിരിക്കും. ഓക്കെ. ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നടക്കുന്ന പ്രോസസ് ആണ്. ഐഡിയൽ ഗ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ ടെമ്പറേച്ചറിനെയാണ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരിക്കും. ഡെൽറ്റ യു 0 ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ആദ്യത്തെ ടേം 0 ആയി ഈക്വൽ ടു പി ഡെൽറ്റ വി. ഓക്കെ. അപ്പൊ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ എന്ന് കേട്ടാ പി ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു. എന്താ അതിന്റെ മീനിങ്? ഐസോതെർമൽ പ്രോസസ് ഹീറ്റ് സപ്ലൈ ചെയ്താൽ അത് കംപ്ലീറ്റ് എന്തായിട്ട് മാറും? വർക്കായിട്ട് മാറും. ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണ്. വൈ? ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ടെമ്പറേച്ചർ. അപ്പോൾ ഐഡിയൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാകില്ല. ഡെൽറ്റ യു 0 ആണ്. ഡെൽറ്റ യു 0 ആകുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പിന്നെ ഡെൽറ്റ ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ. ഇനി ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കർവ് വരച്ചിട്ട് പറഞ്ഞു. എന്തായിരുന്നു? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇമ്പോർട്ടന്റ്. ഓക്കെ. അതിന്റെ കൂടെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു അല്ലെങ്കിൽ പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ. നമുക്ക് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ചെയ്ത വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. വർക്ക് ഡൺ ഇൻ an isothermal process. We have dW is equal to P dV. Delta W is equal to P delta V. അല്ലേ? ഡെൽറ്റ ഡബ്ല്യു is equal to P delta V. അത് നമ്മൾ എങ്ങനെ എഴുതി? dW is equal to P dV. ഡിഫറൻഷ്യൽ ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി P dV എന്താ? P dV. പി വി is equal to നമുക്കറിയാം. പി വി is equal to nRT. പി വി is equal to nRT ആണെങ്കിൽ P is equal to nRT. ഈ V അവിടെ വരും, താഴെ വരും. nRT by V. അപ്പൊ dW is equal to നമുക്ക് എങ്ങനെ എഴുതാം? dW is equal to nRT by V into dV എന്ന് എഴുതാം. ഓക്കെ. നമുക്ക് കിട്ടേണ്ട ടോട്ടൽ വർക്ക് ഡൺ W കിട്ടണമെങ്കിൽ ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. dW ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പോൾ വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ nRT by V dV. വോളിയം വർക്ക്, വോളിയം ഇനീഷ്യൽ V1 ഫൈനൽ V2 ആണെങ്കിൽ ആ ഇന്റഗ്രേഷന് ലിമിറ്റ് കൊടുക്കേണ്ടത് ഈ വോളിയം V1 to V2. അപ്പോൾ ഈ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ V1 to V2 nRT by V dV. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ. ഇത്രയും ചെയ്ത് മനസ്സിലായോ? പി വി ഈക്വൽ ടു nRT ആയതുകൊണ്ട് P nRT by V ആണ്. dW P dV ആണ്. P ക്ക് nRT by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ dW nRT by dV കിട്ടി. ടോട്ടൽ വർക്ക് ഡൺ ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. W is equal to ഇന്റഗ്രൽ V1 to V2 nRT by V dV. ക്ലിയർ? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. W is equal to nRT by V dV. അല്ലേ? ഈ nRT കോൺസ്റ്റന്റ് ആണ്. nRT കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 1 by V dV ആണ്. 1 by V dV ഇന്റഗ്രൽ V1 to V2. What is integral 1 by V dV? Integral 1 by x dx is equal to log x ആണ്. വെറും ലോഗ് അല്ല, നാച്ചുറൽ ലോഗ്. രണ്ട് ടൈപ്പ് ലോഗരിതം ഉണ്ട്.
നാച്ചുറൽ ലോഗും കോമൺ ലോഗും. ബേസ് ഇ ആണെങ്കിൽ നാച്ചുറൽ ലോഗ്, ബേസ് 10 ആണെങ്കിൽ കോമൺ ലോഗ്. ഓക്കെ, ഈ നാച്ചുറൽ ലോഗ് നമ്മൾ സാധാരണ കാൽക്കുലേറ്ററിലൊക്കെ ഇങ്ങനെയാണ് എല്ലാം. അപ്പൊ നാച്ചുറൽ ലോഗ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ലോഗിന്റെ താഴെ എഴുതിയാലും എല്ലാം എഴുതിയാലും നാച്ചുറൽ ലോഗ് ആണ്. ഓക്കെ, വെറും ലോഗ് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? വെറും ലോഗ് എന്ന് എഴുതിയാല് ഇവിടെ ലോഗ് ബേസ് 10 ആണ്. ഇത് കോമൺ ലോഗരിതം എന്ന് പറയും. നമുക്ക് ഇന്റഗ്രേഷനിലെ ഡെഫിനിഷനിൽ കിട്ടുന്ന ലോഗ് അതാണ് നാച്ചുറൽ ലോഗ് ആണ്. അപ്പൊ ഇന്റഗ്രൽ 1/x dx എന്താണ്? നമുക്ക് ഇന്റഗ്രേഷൻ ഇക്വേഷൻ വെച്ചിട്ട് അത് എഴുതാൻ പറ്റില്ല. അത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇന്റഗ്രൽ 1/x dx = log x. ഓക്കെ, ഇന്റഗ്രൽ 1/x dx = log x. അപ്പൊ ഇന്റഗ്രൽ 1/v dv എന്തായിരിക്കും? log v ആയിരിക്കും. log v. യെസ്, നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ w = nRT. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തു. log v ലിമിറ്റ് v1 to v2. ലിമിറ്റ് കൊടുക്കുക, ഇന്റഗ്രേഷനിൽ ലിമിറ്റ് കൊടുക്കുക. വർക്ക് ഡൺ കിട്ടുകയാണ് nRT log നാച്ചുറൽ ലോഗ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ v2 മൈനസ് log e. ലോവർ ലിമിറ്റ് കൊടുക്കുക. v1 v2 കൊടുക്കുക. log v1 ബ്രാക്കറ്റ്. ഇനി ലോഗരിതം നിയമം അനുസരിച്ച് log v2 മൈനസ് log v1 എന്ന് പറഞ്ഞാൽ log v2/v1 ആണ്. log a പ്ലസ് log b എന്ന് പറഞ്ഞാൽ log a ഇൻറ്റു b ആണ്. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b ആണ്. n ഇൻറ്റു log a എന്ന് പറഞ്ഞാൽ log a⁻n ആണ്. ലോഗരിതത്തിലെ 3 നിയമങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ലോഗരിത നിയമങ്ങൾ. ലോഗ് ഏതൊക്കെയാണ് ലോഗരിത നിയമങ്ങൾ എന്ന് പറയുന്നത്? log a പ്ലസ് log b = log ab എന്ന് പറയാൻ രണ്ട് സംഖ്യ ഗുണിക്കുന്നതിന് പകരം അതിന്റെ രണ്ടിന്റെയും ലോഗരിതം കൂട്ടിയാൽ മതി. അതാണ് ലോഗരിതത്തിന്റെ മെച്ചം. ഗുണനം അഡീഷൻ ആക്കി മാറ്റാം. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ രണ്ടിന്റെ ലോഗരിതത്തിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ആ കിട്ടിയ ആൻസറിന്റെ ആന്റി ലോഗ് എടുത്താൽ നമുക്ക് a/b കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ a/b കാണാൻ log a/b ആദ്യം കാണാം. log a/b log a മൈനസ് log b കാണാം. എന്നിട്ട് അതിന്റെ ആന്റി ലോഗ് എടുത്താൽ a/b കിട്ടും. അതുപോലെ രണ്ട് സംഖ്യ ഗുണിക്കുന്നതിന് a ഇൻറ്റു b കാണാൻ ആദ്യം log a ഇൻറ്റു b കാണുക. log a ഇൻറ്റു b കാണാൻ log a യും log b യും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. log a യും log b യും ലോഗരിതം ടേബിളിൽ നമുക്ക് വാല്യൂ ഉണ്ടാവും, അതെടുത്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ആന്റി ലോഗ് എടുത്താൽ a ഇൻറ്റു b കിട്ടും. ഗുണിക്കുന്നതിന് പകരം അഡീഷൻ, ഡിവിഷന് പകരം സബ്ട്രാക്ഷൻ എളുപ്പത്തിൽ ചെയ്യാനാണ്. വിത്തൗട്ട് കാൽക്കുലേറ്റർ നമുക്ക് ടേബിൾ ഉപയോഗിച്ച് വലിയ കാൽക്കുലേഷൻസ് ചെയ്യാനാണ് ലോഗരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പ് കാൽക്കുലേറ്റർ ഇല്ലാത്ത സമയത്തൊക്കെ ഈ ലോഗരിതം ഉപയോഗിച്ചാണ് വലിയ ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ലോഗ് മൂന്നാമത്തത് log n log a. n log a ആണെങ്കിൽ log a⁻n ആണ്. log a⁻n. അപ്പോ പവർ കാണുന്നതിന് പകരം ഗുണിച്ചാൽ മതി. log a⁻n കാണാൻ n ഇൻറ്റു log a ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ലോഗരിത നിയമങ്ങൾ. ഇത് എഴുതി പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ, എങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ log v2 മൈനസ് log v1 നമുക്ക് എങ്ങനെ എഴുതാം? log v2/v1. log v2/v1. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസിന്റെ വർക്ക് ഡൺ ചോദിച്ചാൽ ഡെറിവേഷൻ nRT log v2/v1. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചോദിച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ തെറ്റിപ്പോകും. കാരണം സാധാരണ ലോഗ് എടുത്തിട്ട് ചെയ്യും. ഇത് നാച്ചുറൽ ലോഗ് ആണ്. ഇത് കോമൺ ലോഗിലേക്ക് മാറ്റിയാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. കോമൺ ലോഗിലേക്ക് മാറ്റാൻ ഒരു സംഖ്യ ഓർത്തിരിക്കുക. 2.303. എത്ര? 2.303. ഇതിനെ കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. എന്ത് മാറും? കോമൺ ലോഗിലേക്ക് മാറും.
ലോഗ് ഇ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 2.303 nRT ലോഗ് V2/V1. ഡെറിവേഷൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതണമെന്നില്ല, ഇവിടം വരെ എഴുതിയാൽ മതി. പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതിയാലാണ് ചെയ്യാനെളുപ്പം. ഓക്കെ, ഇവിടെ നേരിട്ട് ഇവിടെ പിന്നെ ഇ എന്ന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ 2.303 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്താണ് ലോഗ്, കോമൺ ലോഗാണ്. ഇവിടെ ബേസ് 10 ആയിരിക്കാം. 10 നമ്മൾ സാധാരണ എഴുതാറില്ല. ഓക്കെ, നമ്മൾ ഡെസിമൽ സിസ്റ്റം അപ്ലൈ യൂസ് ചെയ്യില്ല, അതുകൊണ്ട് 10 എഴുതാറില്ല. വേറെ ഏതെങ്കിലും ബേസ് വരുമ്പോൾ 2 വന്നാൽ എഴുതും, ഇ വന്നാൽ എഴുതും, അതൊക്കെയാണ് അവിടെ ബേസ് ആയിട്ട് എഴുതുക. പല ടൈപ്പ് ലോഗരിതം ഉണ്ട്, പല ടൈപ്പ് നമ്പർ സിസ്റ്റം ഉള്ളതുപോലെ തന്നെ. ഇനി ഒരു കാര്യം കൂടി, ഇക്വേഷൻ നോക്കുക. ലോഗ്, ഈ ലോഗരിതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലോഗ് കോമൺ ലോഗ് എന്ന് പറയുന്നത്. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ്. ലോഗ് 1000 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ലോഗ്. ഇവിടെ ലോഗ് എന്ന് പറഞ്ഞാൽ 10 ബേസുള്ള ലോഗാണ്. ലോഗ് 1000 എന്ന് പറഞ്ഞാൽ ലോഗ് 10⁻³ ആണ്. 10ന്റെ പവർ 3. അപ്പൊ ലോഗ് 10⁻7 എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. അപ്പൊ 10ന്റെ പവർ എന്താണോ അതാണ് ലോഗരിതം. അങ്ങനെയാണെങ്കിൽ ലോഗ് 1/10 എത്രയാണ്? 1/10 10⁻⁻1. അപ്പൊ പവർ -1. ലോഗ് 1/100 എത്രയാണ്? 1/100 10⁻². അപ്പൊ -2. നെഗറ്റീവ് ആണ് ലോഗരിതം അല്ലേ? ഇനി ലോഗ് 0 എത്രയാണ്? ലോഗ് 0 സോറി ലോഗ് 1. ലോഗ് 1 എത്രയാണ്? ലോഗ് 1 എന്ന് പറഞ്ഞാൽ ലോഗ് 10⁻0. 1നെ 10⁻0. എന്തിന്റെ പവർ 0 എടുത്താലും 1 ആണല്ലോ. അപ്പൊ 10⁻0 ആകുമ്പോൾ 10ന്റെ പവർ 0 ആണ്, അതുകൊണ്ട് 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ലോഗ് 1 0 ആണ്. 1ന് മുകളിലുള്ള സംഖ്യയുടെ ലോഗരിതം പോസിറ്റീവ് ആണ്. 1ന് താഴെയുള്ള സംഖ്യയുടെ ഒക്കെ പിന്നെ ലോഗരിതം നെഗറ്റീവ് ആണ്. ഇപ്പൊ ലോഗരിതത്തിന്റെ പ്രത്യേകത എന്താ? കോമൺ ലോഗരിതം പറയുകയാണെങ്കിൽ 1ൽ താഴെയുള്ള സംഖ്യയുടെ ലോഗരിതം നെഗറ്റീവ് ആയിരിക്കും, 1ന് മുകളിലുള്ള സംഖ്യയുടെ ലോഗരിതം പോസിറ്റീവ് ആയിരിക്കും, 1ന്റെ ലോഗരിതം 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ, വർക്ക് ഡൺ ഇക്വേഷൻ, ഈ വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ലോഗ് V2/V1 ആണ്. ലോഗ് V2/V1 പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ലോഗ് V2/V1 നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ വർക്ക് ഡൺ പോസിറ്റീവ് ആക്കാം? V2 കൂടുമ്പോഴോ V2 കുറയുമ്പോഴോ? യെസ്, V2 കൂടുമ്പോൾ. V2 കൂടിക്കഴിഞ്ഞാൽ V2/V1 1നേക്കാൾ കൂടുതലായിരിക്കും. V2 കൂടുക എന്ന് പറഞ്ഞാൽ വോളിയം കൂടുക, എക്സ്പാൻഡ് ചെയ്യാം അല്ല. V1 ഇനീഷ്യൽ വോളിയം, V2 ഫൈനൽ വോളിയം. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ V2 ഗ്രേറ്റർ ദാൻ V1. എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഈ ടേം പോസിറ്റീവ്, അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ്. അപ്പൊ എക്സ്പാൻഷനിൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്. ഒരു സിസ്റ്റം എക്സ്പാൻഡ് ചെയ്താൽ ആ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി കംപ്രസ് ചെയ്യുകയാണെങ്കിലോ, ഒരു സിസ്റ്റം കംപ്രസ് ചെയ്യുമ്പോൾ V2 കുറയും, ഇനീഷ്യൽ വോളിയം കൂടുതൽ, കംപ്രസ് ചെയ്ത് ഫൈനൽ വോളിയം കുറയും. അപ്പൊ V2 ലെസ് ദാൻ V1 വന്നു കഴിഞ്ഞാൽ ലോഗ് V2/V1 നെഗറ്റീവ് ആയിരിക്കും, കാരണം V2/V1 ഒന്ന് താഴെയായിരിക്കും അല്ലേ? ലോഗ് V2/V1 നെഗറ്റീവ് വന്നാൽ വർക്ക് ഡൺ എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പൊ കംപ്രഷനിലെ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള സിസ്റ്റമാണ് ഇൻ കേസ് ഓഫ് സിസ്റ്റം. നമ്മൾ ഫിസിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? സിസ്റ്റത്തിലാണ്. അപ്പൊ സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആകുന്നപ്പോഴാണ് എക്സ്പാൻഷൻ. സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആകുന്നപ്പോഴാണ് കംപ്രഷൻ. കംപ്രസ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന്റെ മേലെ ഒരു വർക്ക് വരാണ്, സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അവിടെ നെഗറ്റീവ് ആണ്.
നെക്സ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ് ആണ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് വാൾ എന്തായിരുന്നു? നോ ഹീറ്റ് കടത്തിവിടാത്ത ഇൻസുലേറ്റിംഗ് വാൾ. അപ്പോൾ അതുപോലെ തന്നെ ഹീറ്റ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഒരു പ്രോസസ്സാണ് എന്ത്? അഡിയബാറ്റിക് പ്രോസസ്. ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. സാധാരണ ഐസോതെർമൽ പ്രോസസ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന സ്ലോ പ്രോസസ് ആയിരിക്കും. അഡിയബാറ്റിക് പ്രോസസ് സഡൻ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആയിരിക്കും. സഡൻ എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ എതിരെ വരിക അഡിയബാറ്റിക് പ്രോസസ്സിലാണ്. സ്ലോ എക്സ്പാൻഷനും കംപ്രഷനൊക്കെ എതിരെ വരിക അത് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്താൽ അഡിയബാറ്റിക് ഇക്വേഷൻ ആയി PV റൈസ് ടു ഗാമ. V the power ഇത് ഗാമ കൊടുക്കാം. അപ്പോൾ PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദിസ് ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് പ്രോസസ് തിരിച്ചറിയണം. ഐസോതെർമൽ PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, അഡിയബാറ്റിക് PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ഈ അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ in an adiabatic process. We have P is equal to, so work done dW. We have dW is equal to P dV. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് P എന്താണെന്ന് എഴുതാം. PV റൈസ് ഗാമ കോൺസ്റ്റന്റ് ആണെങ്കിൽ P ഈക്വൽ ടു K V റൈസ് ടു മൈനസ് ഗാമ എന്ന് എഴുതാലോ. PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ P is equal to K divided by V റൈസ് ടു ഗാമ എന്ന്. ഈ 1/V റൈസ് ടു ഗാമ നമ്മൾ എടുക്കുമ്പോൾ V റൈസ് ടു മൈനസ് ഗാമ വരും. അപ്പോൾ P is equal to ഇക്വേഷൻ എന്താണ്? K V റൈസ് ടു മൈനസ് ഗാമ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dW എന്താ? dW is equal to K V raised to minus gamma dV. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ വോളിയം ഇനീഷ്യൽ V1 V2ലേക്ക് അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ V1 to V2 ഇത് ചെയ്താൽ മതി. K V raised to minus gamma dV ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക്കലി ചെയ്ത വർക്ക് ഡൺ V1 to V2 വോളിയം ചേഞ്ച് ചെയ്യാൻ അഡിയബാറ്റിക്കലി ചേഞ്ച് ചെയ്യാൻ ചെയ്ത വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 K V raised to minus gamma dV. ഇതൊന്ന് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം K പുറത്തെടുക്കുക, V raised to minus gamma ഇന്റഗ്രേറ്റ് ചെയ്യാം. V raised to minus gamma x raised to n ഇന്റഗ്രേറ്റ് എങ്ങനെയാണ്? x raised to n plus 1 by n plus ഓൾറെഡി ഒരുപാട് നിങ്ങൾ ചെയ്തതാണ്. അപ്പൊ ഇവിടെ n മൈനസ് ഗാമ എടുത്താൽ മതി. V raised to minus gamma plus 1 n plus 1 by n plus 1 minus gamma plus 1 എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക V1 to V2. ഓക്കെ, അതിനകത്ത് ഈ മൈനസ് ഗാമ പ്ലസ് 1 നമുക്ക് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. മൈനസ് ഗാമ പ്ലസ് 1. ഇനി V raised to minus gamma plus 1 ലിമിറ്റ് V1 to V2. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഈക്വൽ ടു K by minus gamma plus 1 V2 raised to minus gamma plus 1 minus lower limit V1 raised to minus gamma plus 1. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺസ്റ്റന്റ് K ഉള്ളിലേക്ക് എടുക്കാം. ഈക്വൽ ടു 1 by minus gamma plus 1 K ബ്രാക്കറ്റിനുള്ളിൽ എടുക്കുമ്പോൾ രണ്ട് ടേമിലും വരും, പുറത്തെടുക്കുമ്പോൾ കോമൺ ആണ്. അപ്പൊ K
V2 raised to minus gamma plus 1 minus K V1 raised to minus gamma plus 1. ഓക്കെ അല്ലേ? നമ്മൾ ഈ കെനെ ഉള്ളിലേക്ക് എടുത്തു, ഇവിടെയും K വന്നു. K എഴുതി. ഇനി K എന്താ? PV raised to gamma equal to K. PV raised to gamma equal to K എന്ന് പറഞ്ഞാൽ ഇവിടെ K is equal to PV raised to gamma. PV raised to gamma. ഇവിടെ നമുക്ക് V2 ആയതുകൊണ്ട് P2 V2 raised to gamma. പ്രഷർ ഏത്? ആ സമയത്തെ വോളിയം ഏത്? അതാണ് ഇവിടെ എഴുതുന്നത്. അതുപോലെ ഇവിടെ K എന്ന് പറയുന്നത് PV raised to gamma. P1 V1 raised to gamma. കാരണം എന്താ? ഇവിടെ V1 ആണ്. ഓക്കെ. അപ്പോൾ Kക്ക് നമുക്ക് ഇവിടെ P2 V2 raised to gamma എന്നും ഇവിടെ P1 V1 raised to gamma എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അങ്ങനെ വരും C equal to 1 by minus gamma plus 1 into P2 V2 raised to gamma into ബാക്കി വരുന്ന ടേം V2 raised to minus gamma plus 1 minus ഇവിടെ P1 V1 raised to gamma into ബാക്കി വരുന്ന ടേം V1 raised to minus gamma plus 1 is equal to 1 by minus gamma plus 1 bracket P2 V2 raised to gamma V2 raised to gamma minus gamma plus 1 പവർ ആഡ് ചെയ്യാം. ഗാമ മൈനസ് ഗാമ പ്ലസ് 1 ആഡ് ചെയ്താൽ 1 വരും. അപ്പൊ P2 V2 എന്ന് കിട്ടും. ഇവിടെ P2 V2 മൈനസ് ഇവിടെ V1 raised to gamma V1 raised to minus gamma plus 1 കൂടിക്കുമ്പോൾ പവർ ആഡ് ചെയ്യാം. ഗാമ മൈനസ് ഗാമ പോയി 1 വരും. അപ്പൊ P1 V1 വരും. P1 V1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. വർക്ക് ഡൺ W is equal to ഓക്കെ. ഞാൻ ഈ മൈനസ് ഒഴിവാക്കാന് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഗുണിക്കാൻ പോവാണ്. 1 by ഗാമ മൈനസ് 1 മൈനസ് പ്ലസ് ആയി പ്ലസ് മൈനസ് ആയി ബ്രാക്കറ്റിൽ ഇത് മൈനസ് ആകും മൈനസ് P2 V2 ഇത് പ്ലസ് ആകും P1 V1. In terms of pressure and volume നമുക്ക് വർക്ക് ഡൺ ഇൻ an adiabatic process കിട്ടി. ഒരു adiabatic process വർക്ക് ഡൺ in terms of pressure and volume നമുക്ക് എങ്ങനെ എഴുതാം? W is equal to 1 by gamma minus 1 into P1 V1 minus P2 V2. ഓക്കെ. ഡെറിവേഷൻ പ്രഷർ ആൻഡ് വോളിയം ചോദിച്ചാൽ ഇത്ര എഴുതണം. ഇനി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ചോദിച്ചാൽ നമ്മൾ ഒന്നും കൂടി മാറ്റിയതാ. PV is equal to RT ആണല്ലോ. PV equal to RT. അപ്പൊ ഇവിടെ P1 V1 RT1 ഉം ഇവിടെ P2 V2 RT2 ആയിരിക്കും. PV is equal to RT. ഓക്കെ. അപ്പം W is equal to 1 by gamma minus 1 into RT1 minus RT2. R കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ W is equal to R by gamma minus 1 into T1 minus T2 in terms of temperature. Work done in an adiabatic process. Temperature ടേമിൽ ചോദിച്ചാൽ ഈ സ്റ്റെപ്പും കൂടി എഴുതാം. ഓക്കെ. PV is equal to RT കൊടുത്താൽ RT1 minus RT2 R കോമൺ ആയിട്ട് എടുക്കാം. ഇത് 1 mol. For 1 mol ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. n mol ഉണ്ടെങ്കിലോ ഇവിടെ n കൂടി ഇടാം. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു NR by gamma minus 1 into T1 minus T2. ഓക്കെ. ഇറ്റ്സ് ദ വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇതാണ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ. അപ്പോൾ രണ്ട് പ്രോസസ്സിലെ വർക്ക് ഡൺ പഠിച്ചു വെക്കുക. ഐസോതെർമലിലെ nRT log V2 minus V1 അല്ല nRT log V2 by V1 nRT log V2 by V1 അല്ലെങ്കിൽ 2.303 nRT log V2 by V1 കോമൺ ലോഗില് ഇവിടെ അഡിയാബാറ്റിക്കിന്റെ വർക്ക് ഡൺ NR by gamma minus 1 into T1 minus T2 അല്ലെങ്കിൽ NR by അല്ലെങ്കിൽ 1 by gamma minus 1 into P1 V1 minus P2 V2 in terms of pressure and volume ചോദിച്ചാൽ അത്ര എഴുതുമ്പോൾ നമുക്ക് ഈ പ്രഷർ വോളിയം കർവ് ഉണ്ടല്ലോ. വോളിയവും പ്രഷറും വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാം. ബോത്ത് ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക്. ഒരു ഐസോതെർമൽ എക്സ്പാൻഷന്റെ കർവ് ഇങ്ങനെ വരാം. ഐസോതെർമൽ കർവ് PV പ്രഷർ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കർവ് ഇങ്ങനെ കിട്ടും.
ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് കൊടുക്കുന്ന എന്താ, വോളിയം ഇവിടെ ഇങ്ങോട്ട് കൂടുന്നു, അപ്പൊ എക്സ്പാൻഷൻ. അങ്ങോട്ട് പോകുമ്പോൾ എക്സ്പാൻഷൻ. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇനി ഇങ്ങനെ വരച്ചാൽ ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ആണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ആരമാർക്ക് അങ്ങോട്ടാണെങ്കിൽ വോളിയം കൂടുകയാണ്, വോളിയം കൂടുന്നതൊക്കെ എക്സ്പാൻഷൻ ആണ്. ഇത് രണ്ടും എക്സ്പാൻഷൻ ആണ്. ഒന്ന് ഐസോതെർമൽ, രണ്ട് അഡിയാബാറ്റിക്. ഓക്കെ, ഇവിടെ പ്രത്യേകം എന്താ, ഐസോതെർമൽ എക്സ്പാൻഷനേക്കാളും പെട്ടെന്നാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ അല്ലെ, സ്റ്റീപ്പാണ്. അഡിയാബാറ്റിക് കർവ് സ്റ്റീപ്പർ ദാൻ ഐസോതെർമൽ കർവ് എന്ന് പറയാം. ഇനി കംപ്രഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വോളിയം കുറയാണ് അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ വോളിയം ഇങ്ങോട്ട് വരിക കുറയാണ്, വോളിയം കുറയാണെങ്കിൽ എന്താ കംപ്രഷൻ. ഇത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷൻ ആണ്. അഡിയാബാറ്റിക് കംപ്രഷൻ ഇതാ. ഓക്കെ, ഇത് അഡിയാബാറ്റിക് കംപ്രഷൻ ലാസ്റ്റ് പ്രോസസ്. ഈ 4 പ്രോസസ്സും കഴിഞ്ഞ് ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തും. അതിന് സൈക്ലിക് പ്രോസസ് എന്ന് പറയും. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തും. അതിനെന്താ പറയുക, സൈക്ലിക് പ്രോസസ്. ഓക്കെ, സൈക്ലിക് പ്രോസസ്. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് പറയുന്ന സിസ്റ്റം കംപ്ലീറ്റ് എനർജിയും വർക്കായിട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി 2 പ്രോസസ്സും കൂടി ഞാൻ പറയാം. ഐസോകോറിക് പ്രോസസ് ആൻഡ് ഐസോബാറിക് പ്രോസസ്. ഐസോകോറിക് എന്ന് പറഞ്ഞാല് അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്ക് ഡൺ പി ഡെൽറ്റ വി എന്തായിരിക്കും, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വി 0 ആയിരിക്കുമല്ലോ. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത വർക്ക് ഡൺ ഉണ്ടാവില്ല, അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ഇനി മറ്റൊരു പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഈ പി വി കർവ് നോക്കി, ഈ പി വി കർവില് ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഇങ്ങനെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ ദ പി വി കർവ് എന്ന് പറയുന്നത് എന്താണ്, എനർജിയാണ്, വർക്ക് ഡൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഐസോബാറിക് പ്രോസസ്സിലാണ്. കാരണം എന്താ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മാക്സിമം ഏരിയ താഴെ വരും. ഓക്കെ, ഐസോതെർമൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റീപ്പ് കർവാണ് കിട്ടുന്നത്, അപ്പൊ ഏരിയ കുറയും. അഡിയാബാറ്റിക് ആണെങ്കിൽ ഇതിനേക്കാളും സ്റ്റീപ്പായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഐസോകോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്, ഐസോകോറിക് ആണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആണ്, ഐസോകോറിക്കിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കുത്തനെ. അവിടെ ഏരിയ അണ്ടർ ദ കർവ് 0 ആണ്, കാരണം വർക്ക് ഡൺ 0 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഏത് പ്രോസസ്സിലാണ്, ഐസോബാറിക് പ്രോസസ്. അത് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സാണ്, ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ അത് കഴിഞ്ഞാൽ ഏതിലാണ്, അഡിയാബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ 0 ഏത് പ്രോസസ്സിലാണ്, ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹീറ്റ് എഞ്ചിൻ. യു ഓൾറെഡി നോ ഹീറ്റ് എഞ്ചിൻ. നമ്മൾ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പൊ അതൊക്കെ ഹീറ്റ് എഞ്ചിനാണ്. ഏറ്റവും ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഈ സ്റ്റീം എഞ്ചിനാണ്. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച സ്റ്റീം എഞ്ചിൻ. അതിൽ നിന്നാണ് നമ്മൾ ഈ തെർമോഡൈനാമിക്സ് തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീം എഞ്ചിൻ എങ്ങനെ കണ്ടുപിടിച്ചത്, ജെയിംസ് വാട്ട് അടുക്കളയിൽ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് പോയി നിന്നപ്പോൾ ആ പാത്രത്തിന്റെ അടപ്പ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് തെർമൽ എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്കാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ജെയിംസ് വാട്ട് കണ്ടുപിടിക്കുകയും അദ്ദേഹം ആവിയന്ത്രം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്നത്തെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. A device which convert thermal energy into mechanical energy is called a heat engine. Okay. But heat engine ചെയ്യുന്ന വർക്ക് ഇതാണ്.
ഒരു ഹീറ്റ് എഞ്ചിന് 3 പാർട്ടാണുള്ളത്. 3 പാർട്ട്. ഒന്ന് സോഴ്സ് എന്ന് പറയും. ഒന്നാമത്തെ പാർട്ട് സോഴ്സ്, രണ്ടാമത്തെ പാർട്ട് സിങ്ക്, മൂന്നാമത്തെ പാർട്ട് വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇതാണ് 3 ഭാഗങ്ങൾ. സോഴ്സ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. T1 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറിലുള്ള സോഴ്സ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. സിങ്ക് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്നത് അവിടെ ലോ ടെമ്പറേച്ചർ ആണ്. T2 ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അതിനും ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ സാധാരണ എഞ്ചിൻ എന്ന് പറയുന്നത്, ഒരു സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഗ്യാസോ മിക്സ്ചർ ഓഫ് ഗ്യാസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കും. അതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? സോഴ്സിന്റെ അകത്ത് ഇഷ്ടംപോലെ ഹീറ്റ് ഉണ്ട്, എനർജി ഉണ്ട്. ആ സോഴ്സിൽ നിന്നും എനർജി ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ അകത്തുള്ള ഗ്യാസ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പം ഈ പിസ്റ്റൺ അങ്ങോട്ടേക്ക് തള്ളും, ഒരു വർക്ക് ഡൺ ചെയ്യും. ഓക്കെ, പിസ്റ്റൺ അങ്ങോട്ട് തള്ളി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനർജി അബ്സോർബ് ചെയ്ത ഹീറ്റിൽ കുറച്ച് എനർജി ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും, ലോ ടെമ്പറേച്ചറുള്ള സിങ്കിലേക്ക്. ഓക്കെ, പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഒരു സൈക്ലിക് പ്രോസസ്. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സൈക്ലിക് പ്രോസസ് ആണ്. അവിടെ ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, അബ്സോർബ് ചെയ്ത ഹീറ്റ് വർക്കാക്കി മാറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യൂ എന്താണ്, സോറി വർക്ക് ഡൺ എന്താണ്, വർക്ക് ഡൺ Q1 മൈനസ് Q2 ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റിയും ഹൈ ടെമ്പറേച്ചറുമുള്ള സോഴ്സിൽ നിന്നും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്ത് പിസ്റ്റണിനെ മുകളിലോട്ട് തള്ളുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതിനുശേഷം Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ലോ ടെമ്പറേച്ചറുള്ള സിങ്കിലേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പിസ്റ്റൺ പുറകോട്ടേക്ക് തന്നെ വരും. വീണ്ടും ഹീറ്റ് Q1 അബ്സോർബ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, Q2 ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ പ്രോസസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എഞ്ചിന്റെ അകത്ത് സോഴ്സ് എന്ത് ചെയ്യും, ഹീറ്റ് കൊടുക്കും. അത് 2 ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ് സ്റ്റീം എഞ്ചിൻ. എക്സ്റ്റേണൽ ആയിട്ട് അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ. എന്നിട്ട് ആ വാട്ടർ ചൂടാക്കി അതിന്റെ വേപ്പർ എന്ത് ചെയ്യാണ്, സ്റ്റീം എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ് നമ്മുടെ ഇന്നത്തെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ. അതിവിടെ ആ സിലിണ്ടറിന്റെ അകത്ത് തന്നെ പെട്രോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യാണ്, അവിടെ നിന്ന് തന്നെ കത്തുകയാണ്, അകത്ത് വെച്ചത് സിലിണ്ടറിൽ തന്നെ കത്തിയിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. അതാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്. എനിവേ, എല്ലാ എഞ്ചിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. സോഴ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, സിങ്കിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി നമ്മളെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലെറ്റർ ആണ്, ഇത് ഈറ്റ എന്ന് പറയാം. എഫിഷ്യൻസി ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ. എഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് W/Q1 ആണ്. എഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് W/Q1 ആണ്. W എന്താന്ന് ഇവിടെ ഉണ്ട്, Q1 മൈനസ് Q2 കേട്ടോ. അപ്പൊ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വർക്ക് ബൈ Q1. Efficiency of a heat engine is defined as the ratio of useful work done to amount of heat absorbed by the working substance per cycle. ഓരോ സൈക്കിളിലും അബ്സോർബ് ചെയ്ത ഹീറ്റ് Q1 ഉം അത് യൂസ്ഫുൾ ചാർജ് ഉണ്ടാക്കിയ വർക്ക് ഡൺ W ആണെങ്കിൽ അതിന്റെ റേഷ്യോ W/Q1. The efficiency of a heat engine is defined as the ratio of useful work done
to the amount of heat absorbed by the working substance per cycle. Okay, W by Q1. അതൊരു സെന്റൻസ് ആക്കി പറഞ്ഞാൽ എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ ആയി. ഇത് W is equal to Q1 minus Q2 ആയതുകൊണ്ട് eta is equal to Q1 minus Q2 by Q1. എഫിഷ്യൻസി eta equal to Q1 minus Q2 by Q1. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെയാ? C equal to Q1 by Q1 എന്ന് പറഞ്ഞാൽ 1 ആണ്. Q1 by Q1 1 മൈനസ് അടുത്ത ബാക്കി ടേം Q2 by Q1. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ 1 minus Q2 by Q1 ആണ്. 1 minus Q2 by Q1. സിങ്കിലേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റ് Q2 0 ആണെങ്കിൽ എഫിഷ്യൻസി എത്രയായിരിക്കും? 1 മൈനസ് Q2 0 ആയാൽ ഈ ടേം 0 ആയിപ്പോയി, ന്യൂമറേറ്റർ 0 ആയില്ലേ അല്ലേ? അപ്പോൾ 1 കിട്ടും, എഫിഷ്യൻസി 1. പക്ഷെ ഇതൊരിക്കലും പോസിബിൾ അല്ല. എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ അത് 100%. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ്. 100% എഫിഷ്യൻസി ഒരു ഹീറ്റ് എഞ്ചിനും കിട്ടില്ല. ഇത് പറയുന്നത് പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഹീറ്റ് എഞ്ചിന്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. എന്താണ് ഹീറ്റ് എഞ്ചിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയും 100% ഉണ്ടാകില്ല. എഫിഷ്യൻസി ഈറ്റ 1 വന്നാൽ അത് 100%. 1 into 100 100%. അതെന്തുകൊണ്ടാണ് വരാത്തത്? Q2 never becomes 0. Q2 ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ സിങ്കിലേക്ക് കുറച്ച് ഹീറ്റെങ്കിലും റിലീസ് ചെയ്തിരിക്കും, അല്ലാതെ ഒരു എഞ്ചിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഹീറ്റ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും എഫിഷ്യൻസി 0 ആകില്ല, എഫിഷ്യൻസി 1 ആകില്ല എന്ന് പറഞ്ഞാൽ 100% ആകില്ല. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടി ഹീറ്റ് എഞ്ചിന്റെ കൂടെ പഠിച്ചു വെക്കുക. ഇക്വേഷൻ 1 minus Q2 by Q1. ഡെഫിനിഷൻ പറയുന്ന ഇക്വേഷൻ W by Q1. ഓക്കെ, നമ്മൾ ഹീറ്റ് എഞ്ചിൻ പഠിച്ചു. അടുത്തത് റെഫ്രിജറേറ്റർ ഓർ ഹീറ്റ് പമ്പ്സ്. രണ്ടും ഒരേ വർക്കിംഗ് ആണ്. റെഫ്രിജറേറ്ററും അതുപോലെ AC റെഫ്രിജറേറ്റർ ഒരേ വർക്കിംഗ് ആണ്. അതിൻ്റെ അതേ വർക്കിങ്ങിനാണ് ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പിൽ നമ്മൾ അത് റിവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂന്നിനും കൂടി ഒറ്റ പ്രിൻസിപ്പിളാണ്. ഓക്കെ, നമ്മൾ ഈ ഹീറ്റ് എഞ്ചിൻ പഠിച്ചതിൻ്റെ നേരെ റിവേഴ്സ്, ഒരു റിവേഴ്സിബിൾ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ റിവേഴ്സ് ആണ് എന്ത്? റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ AC അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്. അവിടെ എന്താ ചെയ്തത്? ഒരു ഹീറ്റ് എഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ് ചെയ്യുന്നത്. അത് നാച്ചുറലാണ്. പക്ഷെ നേരെ തിരിച്ച് ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡി എത്തിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അത് നാച്ചുറലായിട്ട് നടക്കൂല. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു വർക്ക് കൊടുക്കണം. അതിന് നമ്മൾ കംപ്രസർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൽ എന്താ നടക്കുന്നത്? ഒരു ഹീറ്റ് എഞ്ചിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 പാർട്ടായിട്ട് പറയാം. ഒരു റെഫ്രിജറേറ്ററിന്റെ 3 പാർട്ട്. ഒന്ന് ഹോട്ട് ബോഡി T1 ടെമ്പറേച്ചറിൽ, 2 കോൾഡ് ബോഡി T2 ടെമ്പറേച്ചറിൽ, പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്ന കംപ്രസർ ഉൾപ്പെടുന്ന ഭാഗം. ഓക്കെ, ഇതാണ് നമ്മുടെ സാധാരണ ഒരു ഫ്രിഡ്ജ്. നോക്കുകയാണെങ്കിൽ ഈ ഫ്രിഡ്ജിന്റെ പുറകിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം കാണാം, ഒരു വയറ്. എന്നിട്ട് അവസാനം ഒരു ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊരു സൗണ്ട് ഒക്കെ, അതാണ് കംപ്രസർ എന്ന് പറയുന്നത്. ഈ സാധനമാണ് ഫ്രീസറിന്റെ അകത്തൂടെ പോകുന്ന വയർ. ഇതിൻ്റെ അകത്തൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ഫ്രിയോൺ. CFC അല്ലേ? CFC. നമുക്ക് ഈ ഫ്രിഡ്ജൊക്കെ കേടായി കഴിഞ്ഞാൽ ഈ CFC അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓസോണിന്റെ ഡിപ്ലീഷൻ ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫ്രിയോണ്. അപ്പോൾ ഈ ഫ്രിയോണിന്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്തുകൂടെ പോയിട്ട് ഫ്രീസറിലൂടെ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും.
ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രിയോൺ ലിക്വിഡ് പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് മാറും. ആ ഫ്രിയോൺ ഗ്യാസ് ഈ കംപ്രസറിൽ വരും. കംപ്രസർ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യും. അത് കംപ്രസ് ചെയ്ത് ആ ഗ്യാസിനെ വീണ്ടും ലിക്വിഡ് ആക്കി മാറ്റും. ആ സമയത്ത് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. ഫ്രിഡ്ജിന്റെ പുറകിൽ ചൂടുണ്ടാക്കും. ഓക്കെ, വീണ്ടും ഈ ലിക്വിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യും. അവിടെ ഫ്രീസറിന്റെ അകത്തുനിന്നൊക്കെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് ഗ്യാസ് ആകും. ഗ്യാസ് ആയിട്ട് ഇത് കംപ്രസറിലെത്തും. കംപ്രസർ വർക്ക് ചെയ്ത് കംപ്രസ് ചെയ്ത് ഹീറ്റ് റിലീസ് ചെയ്ത് അത് ലിക്വിഡ് ആക്കും. വീണ്ടും ആ ലിക്വിഡ് ഫ്ലോ ചെയ്യും. ഈ പ്രോസസ്സാണ് ഒരു ഫ്രിഡ്ജിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഫ്രീസർ എന്ന് പറയുന്ന കോൾഡ് ബോഡിയിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡി ആ റൂമിലേക്ക് എന്ത് ചെയ്യാണ്? അത് പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം, കോൾഡ് ബോഡിയിൽ നിന്നും Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രിയോൺ അബ്സോർബ് ചെയ്യുന്നു. കംപ്രസർ വർക്ക് ഡന്റെ ആരോ മാർക്ക് നോക്കിയ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. കംപ്രസ് ചെയ്യണം. നേരത്തെ വരച്ച ഫിഗറിന്റെ ആരോ മാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ 3 ഫിഗറിലും 3 ആരോ മാർക്കും ഇതും അത് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫിഗർ വരക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പം കംപ്രസറിലേക്ക് ഒരു വർക്ക് കൊടുത്തു. അങ്ങനെ ആ ഹീറ്റ് റിലീസ് ചെയ്തു. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കോൾഡ് ബോഡിയിലേക്ക് റിലീസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു ഫ്രിഡ്ജിൽ നടക്കുന്ന പ്രോസസ്സ്. ഈ Q1 എന്ന് പറയുന്നത് ഈ W Q2 ചേർന്നതാണ്. W പ്ലസ് Q2 ആണ്. അങ്ങനെയാണെങ്കിൽ W is equal to എന്താ കിട്ടുക? Q1 മൈനസ് Q2 ആയിരിക്കും അല്ലെ? W is equal to Q1 മൈനസ് Q2 ആയിരിക്കും. Q1 equal to Q2 W ചേർന്നതാണ്. ഓക്കെ, ഇനി ഒരു ഫ്രിഡ്ജിന്റെ പെർഫോമൻസ് നമ്മൾ പറയുന്നത് ആൽഫയാണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അഥവാ ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആൽഫ ഇസ് ഈക്വൽ ടു Q2 ബൈ W ആണ്. Q2 ബൈ W. ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി W ബൈ Q1 ആയിരുന്നു അല്ലേ? ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഇസ് ഈക്വൽ ടു Q2 ബൈ W ആണ്. W Q1 മൈനസ് Q2 എന്ന് പറഞ്ഞു. അപ്പോൾ Q2 ബൈ Q1 മൈനസ് Q2 ആണ്. Q2 ബൈ Q1 മൈനസ് Q2 ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആൽഫ. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണെങ്കിൽ ഈ ആൽഫ ഇൻഫിനിറ്റി ആയിരിക്കും. ആൽഫ ഇൻഫിനിറ്റി ആകണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകണം. ഡിനോമിനേറ്റർ 0 ആകണമെങ്കിൽ Q1 ഈക്വൽ ടു Q2 ആകണം. Q1 ഈക്വൽ ടു Q2 ആകുന്ന എന്താ? ഇവിടുന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ് കംപ്ലീറ്റ് റിലീസ് ചെയ്യണം. കംപ്ലീറ്റ് ഹീറ്റിനെയും കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ഫ്രിഡ്ജിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇൻഫിനിറ്റി വരാറില്ല. എന്തുകൊണ്ടാണ്? ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ഹീറ്റിനെയും ഹോട്ട് ബോഡിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അത് ഫ്രിഡ്ജിന്റെ ലിമിറ്റേഷൻ ആണ്. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തേത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഫ്രിഡ്ജിന്റെ കാര്യം, അതിന്റെ വർക്കിംഗ്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇത് ക്ലിയർ ആക്കാം. ഓക്കെ,